മറ്റ് ജില്ലകളിലൊക്കെ ഓണാഘോഷം ഏറെക്കുറെ അവസാനിച്ചു കഴിഞ്ഞു. തൃശ്ശൂരിൽ ഇന്ന് കൂടി ആ ഓണാഘോഷത്തിന്റെ എല്ലാ ആരവവും ആർപ്പുവിളികളും ഉണ്ടാകുമെന്നുള്ളതാണ്. ഈ പുലികൾ ഇനി നഗരം കീഴടക്കാൻ ഏതാണ്ട് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാട്രായ്ക്കൽ ദേശത്തിന്റെ പുലിമടയിലാണ്. ഇവിടെ പുലികൾ ഓരോന്നായി ഇങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ടിടത്തൊക്കെ വലിയ വലിയ പുലികളായിരുന്നെങ്കിൽ ഇവിടെ കുട്ടിപ്പുലികൾ അടക്കമുണ്ട്. കുട്ടിപ്പുലികൾ അടക്കം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മോനെ, ആദ്യമായിട്ടാണോ ഇത്തവണ ഇറങ്ങുന്നത്? ആദ്യമായിട്ടാണ്. എങ്ങനെ, എന്ത് തോന്നുന്നു ഇറങ്ങുമ്പോ? എത്രയിലാ പഠിക്കുന്നേ? 9. ഈ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ വന്നതാണോ? അത് നേരത്തെ പുലികളെയൊക്കെ കണ്ട് അങ്ങനെ ചെയ്യണം അങ്ങനെ വന്നതാണോ? വീട്ടുകാരോട് ചോദിച്ചപ്പോ അവര് പൊക്കോളാൻ പറഞ്ഞപ്പോ ഞാനും പോന്നു. അപ്പൊ അങ്ങനെ അങ്ങ് പോന്നൂല്ലേ? അത് തന്നെയാണ്. അതായത് ഇഷ്ടപ്രകാരം, അതായത് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് അത് പുലികളിക്ക് ഇറങ്ങണം എന്നൊരു ഇഷ്ടത്തിനനുസരിച്ച് ഒക്കെ ഇറങ്ങിയതാണ്. ചേട്ടാ, ഇത്തവണ എങ്ങനെയാ പാട്രായ്ക്കലിന്റെ ഒരു സസ്പെൻസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയുമോ പുലി ഇറങ്ങുമ്പോൾ? അതൊക്കെ ഇറങ്ങുന്ന സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലാം ഉള്ളിക്ക് അതിന്റെ സമയമാകുമ്പോൾ എല്ലാം പുറത്തിരിക്കുന്നത്. എത്ര നാളായി ചേട്ടൻ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട്? ഞങ്ങളൊരു 5-8 കൊല്ലം ഉണ്ട്. കഴിഞ്ഞ 8 വർഷവും ഉണ്ട് അല്ലേ? ഉണ്ട്. ഞങ്ങളുണ്ട് ഓരോ സ്ഥലത്ത് ഇട്ടിട്ട് ഇപ്പം മിനിഞ്ഞാന്നിപ്പോൾ ഞങ്ങൾ കുറ്റൂര് കെട്ടി അങ്ങനെ ശരിയായിട്ട് കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരായിട്ട് നേരത്തെയും പാട്രായ്ക്കലിൽ തന്നെയാണോ ഇറങ്ങിയിരുന്നത്? ഞങ്ങൾ ശക്തൻ, നായകനാല് അങ്ങനെ പല ടീമുകളായിട്ട് കെട്ടാറുണ്ട്. തവണ പാട്രായ്ക്കലിലൊപ്പം എത്തിയത് അത് തന്നെയാണ്. പല ടീമുകളിലൊക്കെ ആയിട്ട് ഇറങ്ങിയ പുലികളുണ്ട്. പുലികൾ ഓരോന്നായി ഇങ്ങനെ അവരിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പുലികളിക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിൽ അതിന് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നല്ലേ? ആദ്യമായിട്ടാണോ? ഇത് 2ാം തവണയാണ്. കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എന്ത് തോന്നുന്നു ഇത്തവണ ഇറങ്ങുമ്പോ? എന്താ ഒരു ആവേശമൊക്കെ ഉണ്ടോ? ഉണ്ടല്ലേ? എന്റെ പേരെന്താണ്? അദ്വൈത് കൃഷ്ണ. എത്രയിലാ പഠിക്കുന്നേ? 7 അല്ലേ? റഹീം, ഇപ്പൊ അദ്വൈത പുലി അവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് സെറ്റ് ആവുകയാണ്. പുലികളി ഇനി പൂർണ്ണ അർത്ഥത്തിൽ നമ്മൾ കാണാൻ വെച്ചാൽ ഇവരെല്ലാരും വേഷമൊക്കെ കെട്ടി അങ്ങ് നിരത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് 4 മണി വരെ വെയിറ്റ് ചെയ്യണം. പക്ഷെ ഇപ്പോഴേ അവരുടെ ഒരുക്കമൊക്കെ, ചിലരുടെ ഒരുക്കങ്ങളൊക്കെ ഏറെക്കുറെ പൂർത്തിയായി, ചിലരുടെ ഒരുക്കങ്ങൾ വരയ്ക്കലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വലിയ സന്തോഷത്തിലാണ്, വലിയ ആവേശത്തിലാണ് എല്ലാ പുലികളും, നമ്മുടെ പുലികളും. ഇനി വലിയൊരു സംഘം കുറച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് കൂടുതൽ തത്സമയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും.